നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ലഹരിമുക്ത പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകി ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് 2025-26 വർഷത്തെ ബജറ്റ് അവതരണം നടന്നു. വൈസ് പ്രസിഡന്റ് പ്രസീത ബജറ്റ് അവതരണം നടത്തി. കൃഷിയും മാലിന്യ സംസ്കരണവും ഒന്നിച്ച് നടത്തുകയാണെങ്കിൽ അത് വലിയൊരു നേട്ടമായിരിക്കും. 2025 മാർച്ച് 31-നകം കേരളത്തെ സമ്പൂർണ്ണ ശുചിത്വ സംസ്ഥാനമാക്കുന്നതിന് സംസ്ഥാന സർക്കാർ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ആയതിന്റെ അടിസ്ഥാനത്തിൽ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്തും മുൻഗണന നൽകിയിരിക്കുന്നു. ബാലസൗഹൃദ പഞ്ചായത്ത് എന്നതും ഈ വർഷം ലക്ഷ്യമിടുന്നു. കാർഷിക മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനും സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനും ബജറ്റ് മുൻഗണന നൽകുന്നു. കേന്ദ്ര സർക്കാരിൽ നിന്ന് കേരളത്തിന് ലഭിക്കാനുള്ള വിഹിതം അനുവദിക്കാത്തതിലൂടെ കേരളം സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കാലഘട്ടത്തിലാണ് നാം ഈ ബജറ്റ് അവതരണം നടത്തുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് കെ ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. ലഹരിമുക്ത പ്രവർത്തനങ്ങൾക്കും മാലിന്യ നിർമ്മാർജ്ജനത്തിനും വർദ്ധിച്ചുവരുന്ന രാസലഹരി വ്യാപനത്തിനുമെതിരെ വിപുലമായ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾക്കും ജനകീയ പ്രതിരോധ നടപടികൾക്കും ബജറ്റിൽ ഊന്നൽ നൽകി. 25 ലക്ഷം രൂപ ഈ ഇനത്തിൽ ചിലവഴിക്കാൻ വകയിരുത്തിയിട്ടുണ്ട്. മാലിന്യ നിർമ്മാർജ്ജനത്തിനും ബാലസൗഹൃദ പഞ്ചായത്താക്കുന്നതിനും ബജറ്റിൽ പ്രാമുഖ്യം നൽകുന്നു. 38,77,42,860 കോടി വരവും 38,03,46,100 കോടി ചിലവും 73,96,760 ലക്ഷം മിച്ചവും പ്രതീക്ഷിക്കുന്നതായിരുന്നു ബജറ്റ്. എം അജയകുമാർ, കെ സുരേഷൻ, ഡി ജിഷ, സി പി അനിത, ടി രതീശൻ, ജി സന്തോഷ് കുമാർ, പി എം ബിന്ദു, എം കെ മോഹനൻ, എം വി അനിൽകുമാർ, വി സി വാമനൻ എന്നിവർ സംസാരിച്ചു.